നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ചോദിക്കുന്ന പലരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയ വിലയ്ക്കുള്ള ഇലക്ട്രിക് വണ്ടി വാങ്ങിച്ചോ, വലിയ വിലയ്ക്കുള്ളത് വാങ്ങിക്കാനുള്ള സമയമായിട്ടില്ല. കാരണം ഇതൊരു ഇവോൾവിംഗ് ടെക്നോളജിയാണ്. ഓരോ ദിവസവും പുതിയ കൂടുതൽ റേഞ്ചുള്ള വാഹനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ടെക്നോളജി മാറുന്നു എന്നൊക്കെയാണ്. പക്ഷേ വളരെ ധൈര്യമായിട്ട് വില കൂടിയ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ച ആളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? രഞ്ജു ജോസഫ്. എന്ത് ചെയ്യുന്നു? ഞാനൊരു ടൂർ കമ്പനി നടത്തുകയാണ്. ഐലൻഡിൽ ഇൻകമിംഗ് ടൂർസ് ആണ് ചെയ്യുന്നത്. ശരി. അത് ശരി. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കേരളം കാണിക്കുന്നു, ഇന്ത്യ കാണിക്കുന്നു. ഓൾ ഓവർ ദ വേൾഡ് ഇന്ത്യയിലേക്ക് വരുന്നത് അവരുടെ കാര്യം. അപ്പോൾ ഏത് രാജ്യത്താണ് കൂടുതൽ ആൾക്കാർ ഇന്ത്യ കാണാൻ വരുന്നത്? നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് UK ആണ്. UK, ഫ്രാൻസ്, ജർമ്മനിയാണ് ട്രഡീഷണലി ഇന്ത്യയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാർക്കറ്റ്സ്. അതിലിപ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്, പക്ഷെ എന്നാലും UK വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ്. റഷ്യയോ? കാരണം നമ്മുടെ ലോകത്ത് എവിടെ ചെന്നാലും റഷ്യൻസിനെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ കാണാറുണ്ട്. റഷ്യൻസ് വരുന്നുണ്ട്. അതൊരു ഡിഫറെന്റ് മാർക്കറ്റാണ്. കൂടുതലും വെൽനെസ്സിലേക്കാണ് അവർ പോകുന്നത്. പക്ഷെ അതിനൊപ്പം അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏജൻസ് വേറെ ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് ലാർജ്ലി UK മാർക്കറ്റ്. ശരി. എങ്ങനെയാണ് അവർ വന്ന് പോയി കഴിയുമ്പോൾ കേരളത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റിയുള്ള അവരുടെ ഒരു അഭിപ്രായം എന്താണ്? പൊതുവെ അവർ പറയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി. കേരളമോ ഇന്ത്യയോ? സ്പെസിഫിക്കലി കേരളം വളരെ ഫ്രണ്ട്ലി ആണ്, ജെനുവിൻ ആണ് ആൾക്കാർ. സോ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ വരാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ സൗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി എപ്പോഴും ഒരു അട്രാക്ഷനാണ്. പിന്നെ ഹെറിറ്റേജിൻ്റെ ലൈനിൽ നോർത്ത് ഇന്ത്യ എപ്പോഴും അവർക്കൊരു അട്രാക്ഷനാണ് ആൾക്കാർ. സോ അതൊരു ഡെഫിനറ്റ് പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ അവർ പൊതുവെ ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളാണോ അതോ ബീച്ചസ് ആണോ, എന്താണ് അവർ പൊതുവെ ഇഷ്ടപ്പെടുന്നത്? ഇതിനകത്ത് ഓരോ കൺട്രീസിനും അതിൻ്റെതായ പെക്യുലാരിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ബീച്ച് നോക്കി വരുന്ന ടൂറിസ്റ്റുകളുണ്ട്, അറ്റ് ദ സെയിം ടൈം കൾച്ചർ നോക്കി വരുന്നവരുണ്ട്. ഇപ്പോൾ UK ജനറലി ഒരു 1 or 2 nights അറ്റ് ദി എൻഡാണ് ബീച്ച് വരുന്നത്. ബാക്കിയുള്ള സമയം അവർ ഒന്നെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാണ് അവർ പോകുന്നത്. സോ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഓരോ റഷ്യൻസിൻ്റെ ഇടയ്ക്ക് വെൽനെസ്സും ബീച്ചുമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട്. അതെ, റഷ്യൻസ് എവിടെ ചെന്നാലും ബീച്ച് തണുപ്പ് കാരണം ശരിയാണ്. അത് അറ്റ് ദ സെയിം ടൈം വേറെ മാർക്കറ്റ്സിൽ നിന്നും അത് ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ വളരെ പോപ്പുലർ ആയിട്ട് കാണുന്നത് ഈ 2-3 സെഗ്മെന്റ്സിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കോവിഡ് കാലത്തൊക്കെ വലിയൊരു സെറ്റ് ബാക്ക് വന്നു കാണുമല്ലോ ബിസിനസ്? ഹ്യൂജ് സെറ്റ് ബാക്ക്. അതായത് ഏറ്റവും ആദ്യം എഫക്റ്റഡ് ആയ ഒരു ഇൻഡസ്ട്രി, ഏറ്റവും അവസാനം റിക്കവർ ചെയ്ത ഒരു ഇൻഡസ്ട്രി ഇതായിരുന്നു. ശരിക്കും ടൈം എടുത്ത് തന്നെയാണ് അത് റിക്കവർ ചെയ്തത്. അത് റിക്കവർ ആയി ഇപ്പൊ. പക്ഷെ എല്ലാവർക്കും ഓവറോൾ റിക്കവർ ആയിട്ടുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് നല്ലപോലെ ബൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഈ ഇൻഡസ്ട്രിക്ക് മൊത്തം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല ഒരു ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇന്ത്യയിൽ അല്ല കേരളത്തിലേക്ക് വരുന്ന ഈ വിദേശ ടൂറിസ്റ്റുകൾ എന്താണ് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വിശദമായ ഒരു സാധനം തന്നെ സംസാരിക്കാറുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ IX1 വരാം. IX1 എന്ന് പറയുന്നത് എത്ര രൂപയോ ഓൺ റോഡ് ആയപ്പോൾ? നമ്മൾ അന്ന് എടുത്തപ്പോൾ നമുക്കൊരു 62 lakhs ആയി ഓൺ റോഡ് വന്നു. പിന്നെ അത് കൂടി അല്ലേ? അത് കഴിഞ്ഞ് വ്യത്യാസം വന്നു. ഞാനിത് എടുക്കുമ്പോൾ ഇത് IX1 ആയിരുന്നു. അതിന്റെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ IX1 LR ഒരു ലോങ് വീൽ ബേസ് ആക്കി. അത് കുറെ കൂടെ ഇൻഡിജനൈസ് ചെയ്ത വണ്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ അഗ്രസീവായ മാർക്കറ്റിൽ. ഇത് എനിക്ക് തോന്നുന്ന ഒരു ഫുള്ളി ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇത് ഡ്യുവൽ മോട്ടറാണ്, മറ്റേത് സിംഗിൾ മോട്ടറാണ്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ആ വണ്ടി. റേഞ്ച് അതിന് കൂടുതലുണ്ട്, പക്ഷെ ഇതിന് പിക്കപ്പും പെർഫോമൻസും കൂടുതലുണ്ട്. അപ്പം ഇതിനു മുമ്പ് EV ഉപയോഗിച്ചിട്ടുണ്ടോ? അതോ ഫസ്റ്റ് EV ഇൻ യുവർ ലൈഫ്? എന്റെ ഫസ്റ്റ് EV ആണിത്. അപ്പോൾ ആദ്യമായിട്ടൊരു EV എടുക്കുമ്പോൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് എടുക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഞാൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ X1 IX1 ആയിരുന്നു. ഞാൻ ഇതിന് മുമ്പേ ഒരു ജീപ്പ് കോമ്പസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് വേണ്ടി ആലോചിച്ച് വന്നപ്പോൾ BM എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പിന്നെ ഒരു ടെക്നോളജി ചേഞ്ചാണ്, ഹ്യൂജ് ചേഞ്ച് ഇൻ ടെക്നോളജിയാണ്. ബട്ട് ദെൻ ബൈജു പറഞ്ഞ പോലെ ഇതൊരു ഇവോൾവിംഗ് ടെക്നോളജി, അതൊരു ചലഞ്ചാണ്. ബട്ട് ദെൻ BM ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസിൽ പോയി എടുത്തതാണ്. എന്നിട്ട് എന്താണ് ഒരു അഭിപ്രായം? ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഈ വണ്ടിക്ക് എത്ര ഔട്ട് ഓഫ് 10 എത്ര പോയിന്റ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഡ്രൈവബിലിറ്റിക്ക് ഞാനിതിന് 9 കൊടുക്കും. ഒരു ഡ്രൈവേഴ്സ് കാറാണ്. ഡെഫിനറ്റ്ലി നമുക്ക് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. പക്ഷേ നമ്മൾ ഒരു നോർമൽ ഡേ ടു ഡേ യൂസിൽ ചില ചലഞ്ചസ് ഉണ്ട്. ഒരു റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ് ഈ വണ്ടിയെ സംബന്ധിച്ച്. വണ്ടി അതർ സൈഡ് ഓഫ് ഇറ്റ് കുറച്ചൊന്ന് പ്ലാൻ ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ആപ്സ് ഉണ്ട്, ഈവൻ BMW ആപ്പ് ഉണ്ട്, അതും വളരെ യൂസ്ഫുൾ ആണ്.
നമുക്ക് ഇപ്പോൾ ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയും എവിടെ ചാർജ് ചെയ്യണം, എത്ര മിനിറ്റ് ചാർജ് ചെയ്യണം. ഐ എം ഷുവർ ബാക്കിയുള്ളവർക്ക് അത് തന്നെയാണ്. ബട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഒന്ന് പ്ലാൻ ചെയ്ത് പോകണം. ആ ഒരു എലമെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. എത്രയാണ് ഇവർ പറഞ്ഞിരുന്ന ചാർജ്? ഇവർ പറയുന്ന റേഞ്ച് 420 കിലോമീറ്റേഴ്സ്. എത്രയാണ് ഇപ്പോൾ കിട്ടുന്ന റേഞ്ചിന്? സി ഇപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 380ക്കും 400 ഇടയ്ക്ക് കിട്ടുന്നത്. പക്ഷെ ദാറ്റ് ഈസ് വെൻ യു ഗോ അപ്പ് ടു 0. നമ്മൾ ഒരിക്കലും 0 വരെ പോയില്ലല്ലോ. സോ പ്രാക്ടിക്കലായിട്ട് അടുത്ത ചാർജിങ് പോയിന്റ് വരെ മേ ബി നമ്മളൊരു 350 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ചാർജിങ്ങിന് കയറ്റും വേണ്ടി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇവർ ഈ പറയുന്നതിനോട് അടുത്ത് കിട്ടുന്നത്. ഞാനിപ്പോൾ എടുത്തിട്ട് 18 months ആയി. ഞാൻ പ്രത്യേകിച്ച് ബാറ്ററി ഡിറ്റീറിയേഷനോ അങ്ങനെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത്. പേഴ്സണലി ഐ എം ഹാപ്പി വിത്ത് ദ വെഹിക്കിൾ. അപ്പോൾ ഈ ചാർജ് ആങ്സൈറ്റി ഒഴിച്ച് നിർത്തിയല്ല, ചാർജിങ്ങിൻ്റെ ടൈമൊക്കെ എങ്ങനെയുണ്ട്? എത്ര നേരം എടുക്കാറുണ്ട്? ഈ വണ്ടിയുടെ കേസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് 20 to 80% നമുക്ക് 35 to 40 മിനിറ്റ്സിനുള്ളിൽ ചാർജ് ചെയ്യാം. ഹൈ പവർ ചാർജേഴ്സ് മറ്റേ നോർമൽ ഇതല്ല, ഹൈ പവറിൽ. അത് അവൈലബിൾ ആണോ എല്ലായിടത്തും? ഉണ്ട്. ഇപ്പോൾ ഈവൻ കേരളത്തിൽ പോലും നല്ലപോലെ അവൈലബിൾ ആണ് സാധനം. അതൊരു പ്രശ്നമല്ല ആക്ച്വലി. അത് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചാർജേഴ്സ് ഉണ്ട്. അങ്ങനത്തെ 60 and 120 kW ഇഷ്ടംപോലെ ചാർജേഴ്സ് ആണ്. പക്ഷേ കൊച്ചിയിൽ പോലും 60 kW ചാർജേഴ്സ് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ദീർഘദൂരമൊക്കെ പോയിട്ടുണ്ടോ ഇതിൽ? ഞാനിപ്പോൾ ഇതേലെ 2 ഹൈദരാബാദ് ചെയ്തു. ശരിക്കും പറഞ്ഞത് ഫസ്റ്റ് ഹൈദരാബാദ് ട്രിപ്പ് ആയിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ട്രയൽ ആയിരുന്നു അത്. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം കോൺഫിഡൻസ് കൂടി. ഹൈദരാബാദ് പോയപ്പോഴത്തേക്ക് എത്ര തവണ ചാർജ് ചെയ്ത് കാണും? നമ്മൾ കൊച്ചിൻ ബാംഗ്ലൂർ ഹൈദരാബാദാണ് പോയത്. കൊച്ചിൻ ബാംഗ്ലൂരിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 2 തവണ നിർത്തി. ഫസ്റ്റ് ടൈം ഒന്ന് പാലക്കാട് ടോപ്പപ്പ് ചെയ്തു, പിന്നെ ഒന്ന് സേലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കൂടെ ടോപ്പപ്പ് ചെയ്തു. പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് അത് നമ്മുടെ ഒരു ആങ്സൈറ്റിയുടെ പേരിലാണ് ചെയ്തത്. അത് ശീലമായി കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. സെക്കൻഡ് ടൈം ആയപ്പോഴത്തേക്ക് അത് ഒരു തവണത്തെ ചാർജിൽ അവിടെ എത്തിച്ചു. ബാംഗ്ലൂർ ഹൈദരാബാദ് പോയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ 2 pointsൽ ചാർജ് ചെയ്തു. എഗൈൻ ഈ പറഞ്ഞാൽ ആങ്സൈറ്റിയാണ്, നമുക്ക് ഇനി കിട്ടുമോ ഇല്ലേ, പോകുന്നിടത്ത് ചാർജ് ഫ്രീ ആയിരിക്കുമോ, ആ ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് ചെയ്യുന്നത്. സെക്കൻഡ് ടൈം പോയപ്പോഴത്തേക്കും വൺ ടൈം ചാർജ് വെച്ച് ഞങ്ങൾ ഇത് കവർ ചെയ്തു. വീട്ടിലാണെങ്കിൽ എത്ര നേരം എടുക്കാറുണ്ട് ചാർജ് ചെയ്യാൻ? വീട്ടിലാണെങ്കിൽ എനിത്തിങ് ഫ്രം 3 to 4 hours എടുക്കും ഈ പറഞ്ഞ 100%ലേക്ക് എത്താൻ. അത്രയും മതി. ബിക്കോസ് ഇവർ തരുന്നത് ഒരു 11 kVA കിലോ ചാർജ് അല്ല, 11 kVA ചാർജറായി തരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അത് മച്ച് ഫാസ്റ്റർ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്ന പലതിൻ്റെയും ഡിഫറെൻ്റ് ആണ്. ഇവരുടെ കേസിൽ ഇവർ 11 kVA തരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. സർവീസ് എത്ര എണ്ണം കഴിഞ്ഞാണ് ഇപ്പം? ഇതിന് അവർ 2 years 18 months 2 yearsലാണ് ഫസ്റ്റ് സർവീസ് പറയുന്നത്. ആയിട്ടില്ല. ടയർ ഒന്നും അങ്ങനെ കാര്യമായി ടയർ ലൈഫ് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇതിലെനിക്ക് തോന്നുന്ന ടയറിന്റെ കേസിൽ നമ്മൾ ടയർ സൗണ്ടാണ് ഇതിനകത്തൊരു എലമെന്റ്. നമ്മൾ എടുക്കുന്ന ടയേഴ്സിന് ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. നല്ല ടയേഴ്സ് ആണെങ്കിൽ വളരെ സൈലന്റ് ആയിരിക്കും വണ്ടി. ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാനുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്താ? ഡ്രൈവബിലിറ്റി. അത് പിന്നെ BMW ഏതും അതാണ്. ഇലക്ട്രിക്കലും അത് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഡ്രൈവബിലിറ്റി ഉണ്ട്. നമ്മൾ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. ബട്ട് പെർഫോമൻസ് വൈസ് വണ്ടി ഓടിക്കാനായിട്ടൊരു സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രൈവബിലിറ്റി തന്നെയാണ് വണ്ടിയുടെ. എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടോ? വണ്ടിയുടെ ബേസിസിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഒരു 360-degree ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ 360 ഇല്ല ഇതിനകത്ത്. 360 ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ നമ്മുടെ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ 10 ലക്ഷം വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഒരു നെഗറ്റീവ് എന്നല്ല, ഒരു വിഷ് ലിസ്റ്റിൽ വരാവുന്ന കാര്യമാണ്. ബട്ട് ഫോർ ദാറ്റ് ഐ തിങ്ക് ഐ റിയലി എൻജോയ് ദ വെഹിക്കിൾ. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വന്നൊരു ചോദ്യം, ഒരു കൈയില്ലാത്ത ആളാണ്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് ഓടിക്കാൻ എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് ലൈസൻസ് കിട്ടാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല? എന്താണ് അതിൻ്റെ ഒരു? ഞാൻ ഐ വാസ് ബോൺ ലൈക്ക് ദിസ്, ബൈ ബർത്ത് ആണ് എനിക്ക്. സോ ഞാൻ ഇതിനോട് വളരെ യൂസ്ഡ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. റൂള് പറയുന്നത് മെഡിക്കൽ ബോർഡിന് സർട്ടിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് ലൈസൻസിന് സമയമായപ്പോൾ ഞാൻ മെഡിക്കൽ ബോർഡിനെ അപ്രോച്ച് ചെയ്തു. അവർ തന്ന ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയേക്കുന്നത്. എൻ്റെ ലൈസൻസിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് ഇഷ്യൂഡ് ആസ് പെർ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഡേറ്റഡ് സോ ആൻഡ് സോ എന്നുള്ളത്. അപ്പം അതിൻ്റെ ബേസിസിലാണ് അവർ നോക്കുന്നത്. മോട്ടർ എന്താ പറയുക എബിലിറ്റി, അതാണ് അവർ കൺസിഡർ ചെയ്യുന്നത്.
പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ പവർ സ്റ്റിയറിംഗ് വെഹിക്കിൾസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊരു പ്രശ്നമല്ല. ഓട്ടോമാറ്റിക്കലും അത് വരുമ്പോൾ തന്നെ അത് രണ്ടും നമുക്കൊരു പ്രശ്നമല്ല. ശരിയാണ്. അപ്പം ഇതിപ്പം ഓടിക്കുന്ന കാര്യത്തിലോ എങ്ങനെയാണ്? നമ്മൾ ഒരു കൈ കൊണ്ട് മാത്രം ഇത്രയൊക്കെ ഓടിക്കുമ്പോൾ ഉള്ളൊരു സ്ട്രെയിൻ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വളരെ കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കാനായിട്ട്. വളരെ റെസ്പോൺസീവ് ആണ് സ്റ്റിയറിങ്. ആൻഡ് ബാക്കി മറ്റേ നമ്മുടെ ഇതുപോലെയുള്ള ഫീച്ചേഴ്സ്, ക്രൂസ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ വളരെ, പിന്നെ ഇതിന് അഡാപ്റ്റീവിന്റെ കൂടെ തന്നെ ഇവൻ സെൻസ് ചെയ്യുന്നുണ്ട് വേറെ വണ്ടികളുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത് കാരണം വളരെ കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കാൻ. ഞാനിപ്പോൾ ആലോചിച്ചാൽ ഞാൻ സത്യം പറഞ്ഞ 2 കൈ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു കൈ വണ്ടി ഓടിക്കുന്നത്. ഒരു കൈ എപ്പോഴും നമ്മൾ ഇവിടെ മാറ്റി വെച്ചു. നമ്മൾ കംഫർട്ടബിൾ ആകുന്തോറും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ശരി. എന്തായാലും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇത്രയും ദൂരമൊക്കെ ഓടിച്ചു പോകുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും സംഭവം. അല്ല, നമ്മളവിടെ ജിലു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാം 2 കൈയും ഇല്ലാത്ത കുട്ടി, അവള് സുഖമായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ അവൾ ഓടിച്ചോണ്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ജന്മന എങ്ങനെ ആയതുകൊണ്ട് നമ്മളങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ട് അതൊരു കംഫർട്ട് സോൺ ആണ് എനിക്ക്. അത് കാരണം അതൊരു പ്രശ്നമല്ല. അപ്പം ഇനി എന്താണ് പരിപാടി? ഇത് ദീർഘകാലം ഉപയോഗിക്കാനാണോ? ഒരു 5 years എത്രയായാലും ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് മാറുന്നില്ല. 5 years എത്രയായാലും നമ്മളിത് യൂസ്, അവർ പറയുന്ന വാറണ്ടിയും അതുപോലെ തന്നെയാണ്. 3 years വരെ അവരുടെ ഇതുണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കാറുണ്ട്. സർവീസ് കോസ്റ്റ് വളരെ ലോ ആണ് അവർ പറയുന്നത്. ആ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ടയറിന്റെ ആങ്സൈറ്റി നമുക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. നല്ലത്. ഇതുവരെ അനങ്ങിയിട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. കണ്ടതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ഹരമായിരുന്ന ഫോർഡ് ഫിഗോയുടെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? നിതിൻ. നിതിൻ. ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ആണ്. കൊച്ചിയിൽ തന്നെയാണ് സെറ്റിൽ. ഇന്നോവേറ്റീവ് പ്ലാനേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഞാനും ഒരു ഫ്രണ്ടും കൂടിയാണ് നടത്തുന്നത്. കൊച്ചിക്കാരൻ തന്നെയാണോ? കൊച്ചിയിൽ തന്നെയാണ്. കൂടുതൽ ഇവന്റ്സും വെഡിങ്സും കോർപ്പറേറ്റ് ഇവന്റ്സും ആണ് നമ്മൾ ചെയ്യുന്നത്. എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽഡ്. എറണാകുളത്ത്. ശരി. ഈ മലയാളികൾ വെഡിങ്ങുകൾ നടത്താൻ വേണ്ടി കേരളം വിട്ട് പോകുന്ന പതിവുണ്ടോ? ഈ റിസോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഒക്കെ നടക്കാനുണ്ട് ഇഷ്ടംമാരെ. നമ്മളും ചെയ്യുന്നുണ്ട്. കൊച്ചിയിലാണ് മെയിൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പോയി കോയമ്പത്തൂർ സൈഡാണെന്നുണ്ടെങ്കിലും ചെന്നൈ സൈഡാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്. കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഗോവയിലും അത്യാവശ്യം ഗോവയിലുണ്ട്. നമ്മളിപ്പോ അങ്ങനെ അങ്ങോട്ടുള്ള ബ്രാഞ്ച് ആയിട്ടില്ല. ബാക്കിയുള്ള വെൻഡേഴ്സും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് വെൻഡേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോ ഒരു 12-13 കൊല്ലം ഈ ഫീൽഡിൽ. അപ്പൊ ധാരാളം ഓട്ടം ഉണ്ടാവുമല്ലോ. അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടാവും. കാരണം ഇപ്പൊ ഒരു 8 കൊല്ലം ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1,70,000 കിലോമീറ്റർ ഈ വണ്ടി തന്നെ ഓടിയിട്ടുണ്ട്. ശരി. 8 വർഷം പുതിയതെടുത്താണ്. ഫിഗോയുടെ ഒരു ഭയങ്കര ഫാനായിരുന്നു ഞാൻ. മെയിൻലി ഫോർഡിന്റെ ഫാനായിരുന്നു. മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും മൈലേജ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഒരു അഫോർഡബിൾ ആയിട്ട് എനിക്ക് അന്ന് ഫീൽ ചെയ്തത് തുടക്ക സമയത്ത്. അത് എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി വിൽക്കാനും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ മെയിൻ്റനൻസിന്റെ പ്രശ്നമില്ല, മൈലേജിന്റെ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഡീസലാണല്ലേ? ഡീസലാണ്. എന്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും? എനിക്കൊരു 16-17 മൈലേജ് എന്തായാലും കിട്ടും. സിറ്റിയിലകത്ത് 15-16 എന്തായാലും കിട്ടുന്നുണ്ട്. ലോങ് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 20 അടുത്ത് കിട്ടുന്നുണ്ട്. ശരി. അപ്പൊ സാധാരണഗതിയിൽ 1,00,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഡീസൽ വണ്ടികൾ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. എനിക്ക് ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 7-8 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആപ്പാടെ ഒരു വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 30,000 റുപ്പീസിന്റെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. ക്ലച്ച് ബേസോ കാര്യങ്ങളൊക്കെ മാറ്റി ഒരു 29,000 രൂപയുടെ എക്സ്പെൻസ് ഒരു 8 കൊല്ലത്തിനകത്ത് എനിക്ക് വന്നേക്കണം. വലിയൊരു എക്സ്പെൻസ് എന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ നോർമലി ഒരു കൊല്ലത്തില് ഒരു 3,000 തുടങ്ങി 5,000 രൂപയുടെ ഇടയിൽ വന്നേ ഉള്ളൂ. മെയിൻ്റനൻസ് വൈസ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഫോർഡ് ഇവിടെ ഇന്ത്യ വിട്ട് പോയ സ്ഥിതിക്ക് മെയിൻ്റനൻസ് ഇപ്പം ഉണ്ട്. എങ്കിപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാ പാർട്സും അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ പാർട്സും അവൈലബിൾ ആണ്. നമ്മുടെ പാലാരോട്ടം കാർലിഫോർഡിന്റെ സർവീസ് സെന്ററിലാണ് ഞാൻ കേട്ടത്. അവിടെ നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പോൾ തലേദിവസം വിളിച്ച് പറയും. കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പുള്ളി ടോപ്പ് ടു ബോട്ടം പുള്ളി ചെക്ക് ചെയ്യും. എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തു തരും. ഭയങ്കര ഹാപ്പിയാണ്. അതിന് 8 വർഷമായി 1,20,000 കിലോമീറ്റർ ആയി. എന്താണ് ഈ വാഹനത്തെ നമ്മുടെ മനസ്സിനോട് ഏറ്റവും ചേർത്ത് നിന്നൊരു കാര്യം? ഒന്ന് എൻ്റെ ഓഫീസ് എന്ന് പറയണതും എൻ്റെ വീടെന്ന് പറയണതും കൂടുതൽ ഇത് തന്നെയാണ്. കാര്യം ഞാൻ ഇതിനകത്ത് തന്നെയാണ് ട്രാവൽ. വീട്ടിലെത്താൻ നേരത്തെ അങ്ങനെ ഓഫീസിൽ വളരെ കുറവ് ടൈം ആയിരിക്കുള്ളൂ. കസ്റ്റമറെ കാണാനാണെങ്കിലും എൻ്റെ ലാപ്പ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മീറ്റിംഗ് ആണെങ്കിലും എല്ലാം മിക്കവാറും ഇതിനകത്ത് തന്നെ ആയിരിക്കുള്ളൂ. എൻ്റെ ഒരു സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടുത്ത് നിൽക്കണതാണ്. പിന്നെ എനിക്ക് ഇതുവരെ തട്ടോ മുട്ടോ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന ഒരു വണ്ടി. പാർക്കിംഗ് ആണെങ്കിലും സിറ്റി ഡ്രൈവ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു സൗകര്യമുള്ള ഒരു വണ്ടി. അതാണ് എന്റെ മനസ്സിനകത്ത് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര സേഫ്റ്റി ഫീലാണ്. കാര്യം ബോഡി വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു ക്രംബിൾഡ് അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഹോംലി വണ്ടി എന്ന് പറയാം. കാര്യം അമ്മയാണെങ്കിലും കയറാനുള്ള ബുദ്ധിമുട്ട്, ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ബാക്കിൽ ഇത്തിരി കംഫർട്ട് കുറവാന്ന് എല്ലാവരും പറയും. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
എങ്കിലും ഇത്രയും കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ 8 വർഷം മുമ്പുള്ള വണ്ടികളല്ല ഇപ്പോഴത്തെ, കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. ഇപ്പൊ ഇന്റീരിയർ ആയാലും എല്ലാം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഉള്ള കാര്യങ്ങളും അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ? ഞാൻ അങ്ങനെ മിസ് ചെയ്യാനില്ല. കാരണം ഞാൻ ഈ 8 കൊല്ലമായിട്ട് ഇതിനകത്തുള്ള കാരണം എനിക്ക് ഈ സൗണ്ട് തന്നെ ഭയങ്കര സൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ. കാരണം ഞാൻ ഒരു വീഡിയോ വയ്ക്കുവാണെങ്കിലും ഓഡിയോ വയ്ക്കുവാണെങ്കിലും ഒരു ഫീബിൾ സൗണ്ടിൽ വെച്ചിട്ട് പോകാനും, മ്യൂസിക് ആണെങ്കിലും ഒരു പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ താല്പര്യം. ഒരു ഫീബിൾ സൗണ്ടിൽ അടിച്ചുപൊളി പാട്ടുകളൊക്കെ വളരെ കുറവ്. ഇപ്പം മകനായതിനു ശേഷം അവൻ ഇത്തിരി വോളിയം വെക്കാനായിട്ടുണ്ട്, പക്ഷെ അവനും ഇതൊക്കെ തന്നെ ധാരാളം മതി. എങ്കിലും എത്ര കാലം ഇനി ഉപയോഗിക്കാനാണ്? ഞാൻ വിൽക്കാനുള്ള ഉദ്ദേശം ഇല്ല എനിക്ക്. ഇല്ല, വേറെ വാങ്ങിച്ചാലും നിലനിർത്തും. വാങ്ങിച്ചാൽ സെക്കൻഡ് കാർ ആയിട്ട് ഇത് എന്റെ കൂടെ ഉണ്ടാവും. സെക്കൻഡ് കാറിൽ എന്റെ ഫസ്റ്റ് കാർ ടോപ്പ് പ്രയോറിറ്റി ഇത് തന്നെ ആയിരിക്കും. വേറെ വാങ്ങിച്ചാലും ഫസ്റ്റ് കാർ ആയിട്ട്. കാര്യം ആഗ്രഹമുണ്ട്. ഞാനിപ്പോ നോക്കണ്ട്, ഒരു വേർട്ടിസ് നോക്കണ്ട് ആക്ച്വലി. അപ്പൊ അങ്ങനെ നോക്കണ പ്ലാനിൽ ഞാനിത് വിൽക്കണ പ്ലാൻ, വൈഫ് ഞാനും കൂടെ നോക്കി. അപ്പൊ വിൽക്കണ പ്ലാൻ നമ്മൾ ആലോചിക്കണ തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് വീണ്ടും ഒരു സെഡാനിലേക്ക് നിൽക്കുന്നത്? സെഡാൻ മീൻസ് ഒരു SUV-യിലേക്കാണ് പൊതുവെ പോകേണ്ടത്. SUV-നേക്കാളും ഒന്ന് വീട്ടിൽ പ്രായമായിട്ടുള്ള മദർ ഉണ്ട്, കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ SUV-നേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടം സെഡാനാണ്. ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് ക്ലാസിക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിലേക്കേ പോകുള്ളായിരുന്നു. കാരണം ഞാൻ അതിന്റെ ആയിരുന്നു ഫാൻ. അപ്പൊ ഞാൻ ബേസിക്കലി ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന, സെയിൽസിലുണ്ടായിരുന്ന, ഫോർഡിന്റെ സെയിൽസ് 13 കൊല്ലം മുമ്പ് സെയിൽസിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതൽ മനസ്സിൽ കയറിയേക്കുന്ന വണ്ടിയാണ്. അന്ന് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അതിന്റെ എന്റെ ടെക്നിക്കൽ നോവ്സ്, കസ്റ്റമർ റിവ്യൂസ് എല്ലാം എനിക്ക് ഫീഡ്ബാക്സ് കിട്ടണ്ടായിരുന്നു. സർവീസ് വൈസ് ആണെന്ന് കുറച്ചും കൂടി കൂടുതൽ ഫോർഡിനുള്ള, ഫോർഡിനെ പറ്റി പറഞ്ഞു കൂട്ടണല്ല കാര്യം. എന്റെ വണ്ടി എന്നുള്ള രീതിയിൽ, ഫോർഡ് ആയതുകൊണ്ടല്ല, എന്റെ വണ്ടി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടി. ഇപ്പൊ പുതിയ കാലത്ത് EV-കൾ ധാരാളം വന്നല്ലോ, ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? EV-കൾ ഓടിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഹാരിയർ ഓടിച്ചിട്ടുണ്ട്. നല്ലതാണ്, ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചാർജ് ചെയ്തിട്ട് ഓടിക്കുന്നത് നല്ലതാണ്. അതിന്റെ മെയിൻ്റെനൻസ് സൈഡ് എന്റെ ഫ്രണ്ട്സ് തന്നെ 2-3 പേര് പറഞ്ഞപ്പോ വീലിന്റെ പ്രശ്നം, കാര്യം ഒരു 10,000-15,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് അത് മാറ്റണം എന്നുള്ളൂ. പിന്നെ അത് മാറ്റാനായിട്ടുള്ള എക്സ്പെൻസ് അങ്ങനെ ആലോചിക്കുമ്പോൾ ഇതിന്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ഞാൻ 1,40,000 കിലോമീറ്ററിനാണ് എനിക്ക് ടയർ മാറ്റേണ്ടി വരുന്നത്. ഹെവി എഞ്ചിൻ ഉണ്ടായിട്ട് 40,000 കിലോമീറ്റർ ടയർ മാറ്റേണ്ടി വരും. ഏറ്റവും ആദ്യത്തെ ടയർ മാറ്റിയത് എനിക്ക് ഓർമ്മയിൽ 47,000 കിലോമീറ്ററായി മാറ്റി. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം 8 കൊല്ലത്തിനിടയിൽ 3 പ്രാവശ്യം എൻ്റെ 3ാമത്തെ ടയറായി കിടക്കണം. 4 ടയർ ഒരുമിച്ച് മാറണേ 3ാമത്തെ ടയർ കിടക്കണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ എക്സ്പെൻസ്, പിന്നെ ഇപ്പോൾ വീട് സോളാർ ആക്കുന്നുണ്ട്. അപ്പോൾ സോളാർ ആക്കുമ്പോഴത്തേക്കും പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും എനിക്ക് ഫ്യൂൽ വണ്ടികളാണ് താല്പര്യം. EV-നെക്കാട്ടും കൂടുതൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് കൂടുതൽ താല്പര്യം, അതത്രേ ഉള്ളൂ. എന്തായാലും ഇതിനോട് എതിർപ്പൊന്നുമില്ല. എന്തായാലും സിംഗിൾ ഓണർ ഫിഗോ എന്ന് പറഞ്ഞാൽ 8 വർഷമായിട്ട് അധികം അപൂർവമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ അറിവില് ഭയങ്കര കുറവാണ്. കാര്യം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 50,000-80,000 കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും തട്ടും. അത്രയും തന്നെ ഓടി 8 കൊല്ലം കൊണ്ട് എത്തണവരും കുറവാണ്. അതെ, ഡീസൽ എഞ്ചിൻ എല്ലാവർക്കും ഒരു പേടിയാണ്. 1,00,000-ലേക്ക് അടുക്കുമ്പോൾ വിട്ടേക്കാൻ. ഞാൻ ഇനി എന്നോട് ആരെങ്കിലും ചോദിക്കണം ഇനി ഫോർഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പിന്നെ ഞാൻ പറയാൻ പോണ വണ്ടി തന്നെ. ഇപ്പൊ എൻ്റെ ഒരു വന്നെന്ന് പറയുന്നുണ്ട്. അതാ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ബഡ്ജറ്റ് അനുവദിക്കുമെങ്കിൽ ആ സമയത്ത് എനിക്ക് അതെടുക്കാനാണ് കൂടുതൽ താല്പര്യം. ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞാൽ ഇപ്പൊ വിറ്റാൽ പോലും നല്ല പൈസ കിട്ടും. കാരണം ഫോർഡിന്റെ പഴയ വണ്ടികൾക്കെല്ലാം വില കൂടി നിൽക്കുന്ന ഒരു സമയം. തീർച്ചയായിട്ടും അതുകൊണ്ട്. പിന്നെ ഞാൻ വിൽക്കണതിനെ പറ്റി ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും ഇപ്പോഴും എന്നോട് 2-3 പേര് വന്ന് പറഞ്ഞായിരുന്നു. ഒരു 4.5 വരെ എന്നോട് പറഞ്ഞായിരുന്നു. എത്ര ആയിരം ഓർമ്മയുണ്ടോ? ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 650 ആ റേഞ്ച്. 650-ന് 8 വർഷം പോലും വാങ്ങിച്ചോണ്ടെങ്കിൽ ഇപ്പോഴും 4 എന്തായാലും ഫോർ ഷുവർ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. 2 പേര് വന്ന് പറഞ്ഞായിരുന്നു. പൊതുവെ ഇവന്റെ കമ്പനി പോയി എന്ന് കേട്ടാൽ എല്ലാം ഇടിയുന്നതാ. ഫോർഡിന്റെ കാര്യത്തിൽ ഇത് സെക്കൻഡ് കാർ ആയിട്ട് വെക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ള വണ്ടിയാണ്. കാര്യം ഒരു ചെറിയ ട്രാവൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം മതി. ഞാനിപ്പോ ഇതുകൊണ്ട് തന്നെ വേളാങ്കണ്ണി 3 പ്രാവശ്യം പോയിട്ട് വന്നത്. അമ്മയും കൊണ്ട് എല്ലാവരും കൊണ്ടാണ് പോയത്. അവർക്ക് ആർക്കും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മൾ കാണും പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ ഇനി നമ്മളൊരു ഹ്യുണ്ടായി അൽക്കസാറിന്റെ ഓണറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? റാഫി. റാഫി എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. അപ്പോൾ ധാരാളം ഓട്ടമുള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കണം അത്യാവശ്യം ഓട്ടം അല്ലേ? ഈ 7 സീറ്റർ ആണല്ലോ. ഇപ്പം ബേസിക്കലി ഇത് കറക്റ്റായിട്ട് 7 സീറ്റർ ആണല്ലോ. വീട്ടിൽ കുടുംബാംഗങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണോ? അതുകൊണ്ടിട്ട് തന്നെയാണ് 7 സീറ്റർ എടുത്തത്. ആണോ? 7 സീറ്ററിന്റെ ഒരു പ്രയോജനം ഉണ്ടോ? ശരി, എനിക്ക് ആക്ച്വലി പിള്ളേർ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് കംഫർട്ടായിട്ട് 7 സീറ്റർ എന്നുള്ള പുറകിൽ അവരെ പിന്നെ പാരൻസിനെയും വൈഫായിട്ട് പോകാനായിട്ട് കംഫർട്ടാണ്. അങ്ങനെ എടുത്താണ്. പിന്നെ ഡ്രൈവ് ചെയ്തപ്പോഴും ഞാൻ വേറൊരു 7 സീറ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു, വേറൊരു ബ്രാൻഡിൻ്റെ. അതിനേക്കാളും ഡ്രൈവ് ചെയ്തപ്പോൾ കംഫർട്ടും സ്റ്റെബിലിറ്റി ഒക്കെ തോന്നിയത് അൽക്കസറാണ്. തന്നെയാണ് ഇത് ഓപ്റ്റ് ചെയ്യുന്നത്. എത്ര കാലം ഇപ്പം എടുത്തിട്ട്? ഇതിപ്പോൾ എടുത്തിട്ട് ഞാൻ ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. 1 മന്തേ ഉള്ളൂ? ആ ശരി. അപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തല്ലേ? അതെ അതെ, ബ്ലാക്ക് ആൻഡ് ചെയ്തു. ആ ശരി. ഡീക്രോം ചെയ്തു, മൊത്തം ഡീക്രോം ചെയ്തു. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? മാനുവലാണ്. മാനുവൽ. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കിന്റെ കാലഘട്ടമൊക്കെ അല്ലേ? എന്തുകൊണ്ടാണ് മാനുവൽ മതി എന്ന് വെച്ചത്? ഞാൻ കുറച്ചുകൂടി മൈലേജ് കാര്യങ്ങളെല്ലാം പ്രിഫർ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് മാനുവലിലേക്ക് പോയത്. ഓട്ടോമാറ്റിക് ഇതിനു മുന്നേ ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഇത് എടുത്തിരുന്നത്. അത് പെട്രോൾ വേർഷനാണ്.
അതിനെനിക്ക് ഒട്ടും മൈലേജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു പേടി. അത് ടൈസർ ആയിരുന്നു. അത് ഒട്ടും മൈലേജ് ഇല്ലാത്തതുകൊണ്ട് അത് 1 ഇയർ കൊണ്ട് ഞാൻ അത് കൊടുത്തു. 1 ഇയർ യൂസ് ചെയ്തുള്ളൂ. അത് കൊടുത്തു, ടിപ്പ് എടുത്തതാണ്. മൈലേജ് ഒരു കൺസേൺ, കാരണം അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. കൂടുതലും പിന്നെ സിറ്റി ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് മൈലേജ് ഒരു കൺസേൺ ഉള്ളതുകൊണ്ടിട്ട് തന്നെയാണ് ഇത് ഓഫ് ചെയ്തത്. അപ്പോൾ ഈ സിറ്റി ഡ്രൈവിന് ഈ ഒരു വലിപ്പം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. നമുക്കത് പുറമേന്ന് കാണുന്ന ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ എല്ലാ വണ്ടികളും. അകത്ത് കയറി നമുക്ക് പാർക്കിംഗ് ബുദ്ധിമുട്ടൊന്നുമില്ല, സുഖം തന്നെയാണ്. മൈലേജ് എന്ത് കിട്ടുന്നുണ്ടോ നോക്കി ഏകദേശം ഇപ്പോൾ? ഇല്ല, എന്തായാലും എടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് എടുത്തതിൽ എല്ലാവരും അത്യാവശ്യം നല്ല, എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവൻ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. അവനൊരു സിറ്റി ഡ്രൈവ് ഒക്കെ ഒരു 15-16, ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20 എബോ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ. അപ്പോൾ ഡീസൽ വണ്ടി നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഒരു പെട്രോൾ വണ്ടി യൂസ് ചെയ്തത് ടൈസർ ആയിരുന്നു. അതിന് മുന്നേ യൂസ് ചെയ്തത് ഫോർഡ് ഫിയസ്റ്റ ആയിരുന്നു. അതായിരുന്നു കൂടുതൽ യൂസ് ചെയ്തത്. അത് അത്യാവശ്യം നല്ല കംഫർട്ടും ആണ്, നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഫോർഡ് ഒബ്വിയസ്ലി ഡ്രൈവേഴ്സ് കാറാണല്ലോ, ഭയങ്കര കംഫർട്ടായിരുന്നു. അത് ഇത്തിരി ഏജ് ആയപ്പോഴാണ് അത് സെല്ല് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണോ ഹ്യുണ്ടായി ഉപയോഗിക്കുന്നത്? ഹ്യുണ്ടായി ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്താണ് ഹ്യുണ്ടായി ആദ്യം ഒരു മാസം ഉപയോഗിച്ചപ്പോൾ ഹ്യുണ്ടായെ പറ്റി ഒരു അഭിപ്രായം? നല്ല വണ്ടിയാണ്, ഭയങ്കര സ്റ്റേബിൾ ആണ് വണ്ടി, നല്ല ഡ്രൈവിംഗ് കംഫർട്ടാണ്, നല്ല വണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ ഉപയോഗിച്ച വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും ഇതായിരിക്കുമല്ലോ. അതെ അതെ അല്ലേ? ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഗംഭീരാണല്ലോ. അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാം യൂസ് ചെയ്യുന്നു. അതിന് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല ഇതുവരെ? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. 1 മന്ത് ആയിട്ടുള്ള എല്ലാം നമ്മൾ യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ മാക്സിമം എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ഒരു കംഫർട്ട് എന്താണ് പറഞ്ഞു കേട്ടത്? കുടുംബക്കാർ അവര് ഭയങ്കര കംഫർട്ട് അല്ലേ. പിന്നെ ഇതിന്റെ അകത്ത് തന്നെ മറ്റേ റിവോൾവിംഗ് ഉണ്ട്, സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ അതെല്ലാം ഈ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഉമ്മ കയറുമ്പോഴാണെന്നുണ്ടെങ്കിൽ മദറിന് ഇരിക്കാൻ കംഫർട്ടാണ്, അവരുടെ ഇതിനും കംഫർട്ട് ചെയ്ത് ഇരിക്കാൻ പറ്റും. അവര് ഭയങ്കര ഹാപ്പിയാണ്. കയറാനും ഇറങ്ങാനുള്ള ഒരു ഈസിനെസ് എല്ലാം അതിന്റെ അകത്ത്. എത്ര രൂപ ഓൺ റോഡ്? ഇതെനിക്ക് 19 ലാക്ക് എടുത്ത്. 19 ലാക്കിന് ശരിക്കും വർത്താണോ? എന്താണ് ഒരു അഭിപ്രായം? വർത്താണ്. കാരണം 19 ലാക്കിൽ ഇതില് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലാണ്ട്, കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇവരിതിൽ ഡീസൽ സൺറൂഫ് കൊണ്ടുവരുന്നില്ല ഇതിൻ്റെ അകത്ത്. ഓ ശരി. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് സൺറൂഫിന്റെ ആവശ്യമില്ല. കുട്ടികൾ വാശി പിടിച്ചില്ലേ? വാശി പിടിച്ചായിരുന്നു. അപ്പൊ ഞാൻ 7 സീറ്റർ പറഞ്ഞ അവരൊക്കെ കൺവിൻസ് ചെയ്തു. മോൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, അവൾക്ക് സൺറൂഫ് വേണം. എന്റെ ബ്രദറിന്റെ വണ്ടിയിലും സൺറൂഫ് ഉണ്ട്. അപ്പൊ അവൾക്കത് സൺറൂഫ് വേണമെന്നൊക്കെ ഭയങ്കര ആശയമാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. നമ്മളിപ്പോ ഈ ഡീലർഷിപ്പിലൊക്കെ ഉള്ള സെയിൽസിലൊക്കെ ഉള്ളവരോട് സംസാരിച്ച് അവരൊക്കെ പറയുന്നത് എടുക്കാൻ വരുന്ന വണ്ടിയല്ല എടുത്തോണ്ട് പോകുന്നത്. കാരണം കുട്ടികൾ വന്നിട്ട് പറയാം ഏത് വേണ്ട സൺറൂഫ് വേണം എന്നൊരു സൺറൂഫ് ഉള്ളത് എടുപ്പിച്ചിട്ടേ പോവുള്ളൂ. കുട്ടികളാണ് ഇപ്പോഴത്തെ എല്ലാവരും പാരന്റ്സിനെ ഏത് വേണമെന്ന് ഓപ്റ്റ് ചെയ്യിപ്പിക്കുന്ന പിള്ളേരാണ്. ഇപ്പൊ എന്റെ മോളാണെന്നുണ്ടെങ്കിലും അവൾക്ക് കുറെ ചോയ്സുകളുണ്ട്. അപ്പൊ ഇന്ന കളറ്, ഇന്ന ഇതെടുക്കാം, ഇന്ന ഫീച്ചേഴ്സ്, സൺറൂഫ്, സ്റ്റീരിയോ, ഇന്നത്, അങ്ങനത്തെ കുറെ. എല്ലാരും ബൈജു വന്നാൽ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടല്ലോ. ആയിരിക്കും. അപ്പൊ ഈ 7 സീറ്റർ EV-കളും ഉണ്ടല്ലോ, EV-കള് നോക്കിയില്ല? വേണ്ട, ഇല്ല EV ഞാൻ ഇപ്പൊ എടുത്തില്ല. കാരണം നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെനിക്കും ആദ്യമേ തോന്നിയായിരുന്നു. ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ EV എടുക്കുമ്പോൾ ഞാൻ കേട്ടതാണ്, എനിക്കറിയില്ല, അത്രയും ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് EV നമുക്ക് വർത്താവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൽ നമ്മൾ അതിന്റെ ഒരു റീസെയിലും മെയിൻ്റെനൻസും അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഇല്ല. റീസെയിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഒരിക്കലും ഇല്ല. എനിക്ക് അങ്ങനെ ഓടിച്ച് മുതലാക്കാനുള്ള ഓട്ടമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് EV ഓപ്റ്റ് ചെയ്യാതിരുന്നത്. പക്ഷെ എന്തായാലും നല്ല ചോയ്സാണ്. കാരണം 7 സീറ്റർ വാങ്ങിക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഒരൊരു കാര്യമുള്ളൂ, എല്ലാ 7 സീറ്ററെ പറ്റി പറയുന്ന പോലെ തന്നെ ബാക്കിലെ 3rd റോ സീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികൾക്കാണ് പറ്റുന്നത്. മുതിർന്നവർക്ക് കുറച്ച് ദൂരമൊക്കെ ഇരിക്കാം, ബുദ്ധിമുട്ടായിരിക്കും, കുട്ടികൾക്ക് കംഫർട്ടാണ്. അങ്ങനെ അല്ലാത്ത 1-2 വണ്ടി നമ്മൾ ആ കണ്ടിരിക്കുന്നത് ഗ്ലോസ്റ്ററിന്റെ ഏറ്റവും പുതിയ മെജസ്റ്റർ, അത് 3rd റോ സീറ്റ് ഉപയോഗിക്കാം. സെഗ്മെന്റ് വ്യത്യാസം അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാതെ ഒരു വാഹനത്തിലും അങ്ങനെ പറ്റില്ല. എന്തായാലും ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ചോയ്സ് തന്നെയാണ്. അപ്പം ഹ്യുണ്ടായുടെ ഒരേ ഒരു പ്രശ്നം പെട്രോൾ എഞ്ചിനാണ് മൈലേജ് കുറവെന്നുള്ളതാണ്. ഇത് ഡീസൽ ആയതുകൊണ്ട് ആ പ്രശ്നവും ഇല്ല. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മൾ കാണും. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച മറ്റൊരു ഹാർഡ് ഫെയറോട് കാണാം.